എന്താ? അല്ല, അവൻ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്നു എന്നറിഞ്ഞു. ഒന്ന് കാണാൻ. എന്നിട്ട് എന്തിനാ? പിന്നെയും കുടിക്കാനും വലിക്കാനും കൊണ്ടുപോകാനാണോ? അയ്യോ അച്ഛാ, ഞങ്ങള്. അപ്പൊ അവരെ പറയണ്ട, അവരാരും എന്നെ ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഒരുവിധം രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാ. ആദ്യം കാണും എനിക്ക്. ഇവനെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ പഠിക്ക്, ലഹരിയല്ല ജീവിതം എന്ന്. ഒരു രസത്തിന് വേണ്ടിയാ പലരും ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ടെൻഷനായിരുന്നു എൻ്റെ കാരണം. ടെൻഷൻ വരുമ്പോഴൊക്കെ ഞാൻ ലഹരി തേടിപ്പോയി. പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ ടെൻഷനായി. ചുരുക്കി പറഞ്ഞാൽ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ലഹരി ഉപയോഗിച്ചപ്പോൾ ടെൻഷൻ 10 മടങ്ങ് കൂടുക ചെയ്തത്. 3-4 വർഷം ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതായിപ്പോയി. ഞാൻ പഠിച്ചു. എന്നെ കണ്ടിട്ട് അപ്പം പറഞ്ഞതുപോലെ നിങ്ങളും പഠിക്കും. യെസ് പറയാനല്ല, നോ പറയാൻ. ടെൻഷനും വിഷാദവും ഒക്കെ ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന വർത്തമാനകാലത്ത് പ്രശ്നങ്ങളിൽ നിന്നൊളിച്ചോടുവാൻ പലരും മദ്യത്തെയും മറ്റ് ലഹരി വസ്തുക്കളെയും ആശ്രയിക്കുന്നു. എന്നാൽ പ്രശ്നങ്ങൾ അനുദിനം വളരുകയും സ്വന്തം ആരോഗ്യം തകരുകയും ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് ലഭിക്കുന്ന ഫലം. ക്രമേണ ലഹരിക്ക് അടിമയായി ജീവിതം തന്നെ നശിച്ചു തീരുകയും ചെയ്യുന്നു. ഒപ്പം കുടുംബ ബന്ധങ്ങളും ശിഥിലമാകുന്നു. ഇതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? വൈദ്യശാസ്ത്ര ചികിത്സയും മനഃശാസ്ത്ര ചികിത്സയും പുനരധിവാസ പ്രവർത്തനങ്ങളും കുടുംബത്തിന്റെ പിന്തുണയും സംയോജിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഏതൊരു വ്യക്തിയെയും ലഹരിയുടെ വഴിയിൽ നിന്ന് സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ഒരു ജീവിതവും ലഹരിയാൽ പൊലിയാതിരിക്കട്ടെ. ലെറ്റ് us ചേഞ്ച്.